ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് മാത്സ് ആണ് എക്സാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് സം മെഷർമെൻറ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താണ്, കുറച്ച് മെഷർമെൻറ്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മെഷർമെൻറ്റ്, പിന്നെ അതിൻ്റെ ഫ്രാക്ഷൻ ഫോം, അതിൻ്റെ ഡെസിമൽ ഫോം. അപ്പോൾ അങ്ങനെയാണ് 3 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 7 3/10 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും ഡെസിമൽ ഫോമും നമ്മൾ എഴുതണം. അതുപോലെ എന്താ 5.43 മീറ്റർ ഡെസിമൽ ഫോമാണ്, അതിൻ്റെ ഫ്രാക്ഷൻ ഫോമും മെഷർമെൻറ്റും എഴുതണം. അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമ്മൾ അപ്പുറത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മെഷർമെൻറ്റ് 7 3/10 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? 7 3/10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ വരുമ്പോൾ 7 സെൻറ്റിമീറ്ററും അതിൻ്റെ കൂടെ 3/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ആണ് 7 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ. അതിൻ്റെ ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോൾ അപ്പോൾ എന്ത് വരും? 7.3 സെൻറ്റിമീറ്റർ. ഇനി അടുത്തതിൽ എന്താണ്? 5.43 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? 5 മീറ്ററും 43 സെൻറ്റിമീറ്ററും. അപ്പോൾ 5 മീറ്റർ 43 സെൻറ്റിമീറ്റർ എന്നതിന് നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതുമ്പോൾ 5 നമ്മൾ ആദ്യം എഴുതാം. ദെൻ 43 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 മീറ്ററും 43 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ 43 സെൻറ്റിമീറ്റർ നമ്മൾ 43/100 എന്നെഴുതി. അപ്പോൾ 543/100 മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് തന്നിട്ടുള്ളത് 6.875 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 6 കിലോഗ്രാമും അതുപോലെ 875 ഗ്രാമും. അപ്പോൾ അതാണ് മെഷർമെൻറ്റ്. 6 കിലോഗ്രാമും 875 ഗ്രാമും. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 6 കിലോഗ്രാമിന് നമ്മൾ 6 എന്ന് എഴുതി. ദെൻ 875 ഗ്രാമിനെ നമ്മൾ 875/1000 കിലോഗ്രാം എന്നും എഴുതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 5762 മില്ലി ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മില്ലി ലിറ്റർ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5672/1000 ലിറ്റർ എന്നും ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5.672 ലിറ്റർ എന്നും കിട്ടും. ഓക്കെ, ഇനി അടുത്ത മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 10 കിലോഗ്രാം ആൻഡ് 125 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ഇനി അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കുമ്പോൾ 10 കിലോഗ്രാമിന് നമ്മൾ അങ്ങനെ 10 എന്ന് എഴുതി. 125 ഗ്രാമിന് 125/1000. അതായത് 125/1000 കിലോഗ്രാം. ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 കഴിഞ്ഞിട്ട് എന്താ? 10 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് വരും. 10.125 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി നമ്പർ കൂട്ടുകാർ നോക്കണ്ട. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റി. ഇഫ് എ ട്രെയിൻ ഷെഡ്യൂൾഡ് ടു ഡിപ്പാർട്ട് മാംഗ്ലൂർ at 18:15 on December 4th left 20 minutes late. What time did the train leave? അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? മാംഗ്ലൂർ എത്തേണ്ട ഒരു ട്രെയിന് ശരിക്കും അത് എത്തേണ്ട സമയം എന്ന് പറയുന്നത് 18:50 ഡിസംബർ 4-ാം തീയതി 18:50 അത് എത്തേണ്ടത്. പക്ഷേ എന്താണ്, ട്രെയിൻ 20 മിനിറ്റ് ലേറ്റായി. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ, വാട്ട് ടൈം ഡിഡ് ദ ട്രെയിൻ ലീവ്?
ലീവ്. അപ്പോൾ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് പോവേണ്ടതാണ്. അപ്പോൾ പോവേണ്ടത് എപ്പോഴാണ്? 18:50 ഡിസംബർ 4 18:50 ട്രെയിൻ പോവേണ്ടത്, ഡിപ്പാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അത് പോയത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ പോയിട്ടുള്ള ലീവ് ചെയ്തിട്ടുള്ള ടൈം എത്രയായിരിക്കും? അപ്പോൾ 18:50 ശരിക്കും പോവേണ്ട സമയം. അതിൻ്റെ കൂടെ ഒരു 20 മിനിറ്റും കൂടെ കൂടി. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും? 18:50 കൂടെ നമ്മൾ 20 മിനിറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ 18:50 + 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ 18:50 + 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 18:60. 18:60 എന്ന് പറഞ്ഞൊരു സമയമില്ല, അത് എത്രയാണ്? 19. അപ്പോൾ ആ 19ൻ്റെ കൂടെ ഒരു 10ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 19:10. ഓക്കെ, അപ്പോൾ 19:10 സമയം. ഓക്കെ, കറക്റ്റാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the time the train left using AM or PM. എന്താണ് ഈ ട്രെയിൻ ലെഫ്റ്റ് ചെയ്തിട്ടുള്ള സമയം? AM ഉം PM ഉം യൂസ് ചെയ്തിട്ട് എഴുതുക. അതായത് 19:10 അതുപോലെ തന്നെ 12 അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എത്ര കിട്ടും? 7:10 PM എന്ന് കിട്ടും. അപ്പോൾ 7:10 എന്താണ്? PM ആണ്. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ട്രെയിൻ റീച്ച്ഡ് തിരുവനന്തപുരം അറ്റ് 11:30 ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ പിറ്റേ ദിവസം 11:30 തിരുവനന്തപുരത്ത് ട്രെയിൻ എത്തിയത്. വാട്ട് വാസ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ജേർണി? അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൻ ടേക്ക് ചെയ്തിട്ടുള്ള ടോട്ടൽ ടൈം എത്രയാണ്? അതായത് എന്താണ്? ഈ 12 മണിയിൽ നിന്ന് നമ്മൾ 7:10 നമ്മുടെ ട്രെയിൻ ലീവ് ചെയ്തത് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ അത് കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 450 + 11:30 അതായത് 60 ഹവേഴ്സും 20 മിനിറ്റ്സും ആണ് ഈ ട്രെയിൻ ടേക്ക് ചെയ്തിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, next question. If the train only runs once a week, what is the departure date of the train next year? അപ്പോൾ ഈ ട്രെയിൻ എന്താണ്? ഒരു വീക്കിൽ ഒരു ദിവസം മാത്രമാണ് ഓടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിപ്പാർച്ചർ ഡേറ്റ് ഓഫ് ദിസ് ട്രെയിൻ നെക്സ്റ്റ് ഇയർ? അടുത്ത വർഷം ഈ ട്രെയിനിൻ്റെ ഡിപ്പാർച്ചർ ഡേറ്റ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ചെയ്താൽ നമുക്ക് കിട്ടും January 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ 5 ക്വസ്റ്റ്യനോളം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക, അത് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് നോക്കി നോക്കുക. അതിൻ്റെ ബാലൻസ് 2 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.